എല്ലാ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കൊണ്ടുനടക്കുകയും പുതിയ പുതിയ ദിക്റുകളും സ്വലാത്തുകളും ദുആകളും നമസ്കാരവും നോമ്പും അടക്കമുള്ള പുത്തൻ ആചാരങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അതൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതെല്ലാം സ്വീകരിക്കുമ്പോഴും ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും അല്ലാത്തവരൊക്കെ പുത്തൻവാദികളായി കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എന്നുമുള്ളത്. ഒരുപാട് കാലങ്ങളായി അങ്ങനെ ചില ആളുകൾ അവർക്ക് പാരമ്പര്യമുണ്ട് എന്ന വാദവുമായി വരുന്നു. കുറേ ഉസ്താദുമാരുടെ പേര് വായിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് പാരമ്പര്യമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുമില്ല. വിശ്വാസ ആചാരങ്ങൾക്ക്, ചെയ്യുന്ന ചെയ്തികൾക്ക് അതിനാണ് ശരിയായ പാരമ്പര്യമുണ്ടാവേണ്ടത്. ഇസ്ലാമിൻ്റെ സവിശേഷത നാം ഒരു കാലം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം 14 കാലത്തെ പഴക്കമുള്ള വിശ്വാസമാകണം. ഇസ്ലാമിൻ്റെ പേരിൽ നാം ഒരു ആശയം സ്വീകരിക്കുന്നുവെങ്കിൽ, ഒരു ആദർശം അനുസരിക്കുന്നുവെങ്കിൽ, ഒരു ആചാരമായി കൊണ്ടടക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന്, ആ ആദർശത്തിന്, ആ ആചാരത്തിന്, ആ അനുഷ്ഠാനത്തിന് 1400 കൊല്ലത്തെ പഴക്കമുണ്ടാകണം. അതാണ് ശരിയായ പാരമ്പര്യം. ഏത് വിശ്വാസമാണെങ്കിലും 1400 കൊല്ലം പഴക്കമുള്ള വിശ്വാസമാണോ എങ്കിൽ ആ വിശ്വാസം പഴയതാണ് എന്നും, അതല്ലാത്ത വിശ്വാസങ്ങളാണ് പുത്തൻ വിശ്വാസമെന്നും പുത്തൻ ആചാരമെന്നുമൊക്കെ മനസ്സിലാക്കാൻ ഏതൊരു വിശ്വാസിക്കും കഴിയുന്ന കാര്യം തന്നെയാണ്. ആ നിലക്കുള്ള പരിശോധനയ്ക്ക് നാം വിധേയമാകുമ്പോൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ മുസ്ലിമീങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ടോ സമസ്തക്കാർക്ക്, അവയൊന്നും തന്നെ യഥാർത്ഥത്തിൽ ശരിയായ പാരമ്പര്യമുള്ളതല്ല. അതൊക്കെ കേവലം AP സമസ്തയുടെ വികലവാദങ്ങളാണ് എന്നാണ് നമുക്കവിടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.